പ്രൊഫസർ കുഞ്ഞാമൻ അനുസ്മരണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതാശംസിച്ച കെ സന്തോഷ് കുമാർ സ്മാരക പ്രഭാഷണം പൊതുനയത്തിൻ്റെ ജാതിയും കേരളത്തിലെ സമ്പദ്ഘടനയും എന്ന വിഷയത്തിലൂന്നി സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സുഹൃത്തും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന അക്കാഡമീഷ്യനുമായിട്ടുള്ള രാജേഷ് കോമത്ത്, സുഹൃത്തുക്കളെ, ഈ യോഗത്തിൽ കുഞ്ഞാമൻ്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഓർമ്മ ദിനത്തിൽ ഈ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രാജേഷ് ഓൾറെഡി നമ്മളോടൊപ്പമുണ്ട്, വേദിയിലുണ്ട്. പിന്നെയുള്ളത് ഡോക്ടർ ജയശീലൻ രാജാണ്. അദ്ദേഹം കേരളത്തിലുള്ള സമയത്ത്, ഇപ്പോൾ ലണ്ടനിലാണ്, കേരളത്തിലുള്ള സമയത്ത് കേരളത്തിലെ സമ്പദ്ഘടനാ പഠനങ്ങളിൽ ഒരു പുതിയ പ്രവണതയ്ക്ക് എങ്ങനെയാണ് തുടക്കം കുറിക്കാൻ കഴിയുക എന്നത് വളരെ ഗൗരവമായി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളൊരാളാണ്. നിരന്തരമായി പൊതുസമൂഹത്തിലെ പ്രവർത്തകരൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. കുഞ്ഞാമനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ അനീഷ് കുമാർ ഗവേഷകനാണ്. അദ്ദേഹവും ഈ പറയുന്ന കേരളത്തിൽ ചിരപ്രതിഷ്ഠിതമായിട്ടുള്ള ചില ആശയപ്രപഞ്ചങ്ങളെ മാറ്റി എഴുതാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ വിനിൽ പോളാണ് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. വിനിൽ പോളിനെ ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ ദീർഘകാലമായ ചരിത്രരചനയിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു പ്രതിഭാശാലിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യം പുറത്തു വന്ന പുസ്തകത്തിലൂടെ തെളിയിച്ച ഒരു യുവ അധ്യാപകനും ഗവേഷകനുമാണ് വിനിൽ പോൾ. ടി എസ് ശ്യാംകുമാറിനെയും ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന സങ്കല്പനങ്ങൾ എത്രമേൽ അർത്ഥശൂന്യവും മനുഷ്യവിരുദ്ധവുമാണെന്ന് ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡോക്ടർ കെ എസ് മാധവൻ കേരളത്തിലെ ചരിത്രരചനാരീതിക്കകത്ത്, അതിൻ്റെ മെത്തഡോളജിയിൽ കാതലായ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന വിധം ചരിത്രത്തെ വ്യാഖ്യാനിച്ച് ചരിത്രരചനാ മേഖലയിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിപ്രായങ്ങൾ രൂപക്കൊടുത്ത ഒരാളാണ്. ഡോക്ടർ രേഖാരാജ് കേരളത്തിലെ ദലിത് സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ തിയറൈസേഷനിൽ ഗൗരവമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ സജിത കാലടി യൂണിവേഴ്സിറ്റിയിലെ മലയാളം വകുപ്പിൻ്റെ അധ്യക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണം തന്നെ കേരളത്തിലെ ദലിത് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എണ്ണക്കൂടുതലുള്ളൊരു വിഭാഗമാണ് പുലയരുടെ പാട്ടുകളെക്കുറിച്ചിട്ടൊരു ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. തിരുവിതാംകൂറിൽ, ഞാൻ തിരുവിതാംകൂറുകാരാണ്, തിരുവിതാംകൂറിൽ വളരെ പ്രചാരത്തിലുള്ള ഇടനാടൻ പാട്ടിനെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഈ പറയുന്നത് പോലെ നമ്മളുടെ ഈ പുറന്തള്ളൽ പ്രക്രിയയെ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്, അതെങ്ങനെയാണ് പ്രതിരോധിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം ചമയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു അക്കാദമിക് പണ്ഡിത കൂടിയാണ് സജിത. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചിത്ര ഈ കാറ്റഗറിയിൽ തന്നെ ഇങ്ങനെ ജ്ഞാനമേഖലയിലെ പുതിയ ഉണർവുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ധാരയിൽ തന്നെ ഉൾപ്പെട്ട ഒരു വ്യക്തിത്വമാണ്.
ഞാനിത് എടുത്തു പറയാൻ കാരണം, നമ്മൾ ഈ ഹോളിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമല്ലാത്ത ഒരു വിജ്ഞാന മേഖല കേരളത്തിൽ യഥാർത്ഥത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. അത് കാര്യഗൗരവമായി എടുക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നത് കേരളത്തിൽ നിലനിൽക്കുന്നൊരു ടെൻഷനാണ്. നോളജ് പവർ ടെൻഷനാണത്. അതായത് അധികാരം കൈയാളുന്ന സോഷ്യലി സാങ്ഷൻഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുകൾ, ആധികാരികത സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുകൾ സ്വീകരിക്കാതിരിക്കുകയും പുറത്തു നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വിജ്ഞാന മേഖല, ഇന്നവേറ്റീവായിട്ടുള്ള, മനുഷ്യനെ കണ്ടെത്തുന്ന, മനുഷ്യബന്ധങ്ങളെ കണ്ടെത്തുന്ന, സൊസൈറ്റിയുടെ പ്രവർത്തന രീതികൾ, അതിൻ്റെ മെക്കാനിസത്തെ വിശദീകരിക്കുന്ന വളരെ വലിയൊരു വിജ്ഞാന മേഖല യഥാർത്ഥത്തിൽ അക്കാദമികമായും പുറത്തും കേരളത്തിൽ വളരെ ശക്തമാണ്. കഴിഞ്ഞൊരു 25 വർഷമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും നവീകരണം കേരളീയ സമൂഹത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് ഗുണപ്രദമായ എന്തെങ്കിലും മാറ്റത്തിന് കേരളീയ സമൂഹം വിധേയമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രേരണ ഈ സോഷ്യലി സാങ്ഷൻഡ് ആയിട്ടുള്ള ഐഡിയോളജിയോ നോളജോ അല്ല, മറിച്ച് പുറത്ത് നിർത്തപ്പെട്ടവർ കൊണ്ടുവന്ന വിജ്ഞാനവും വികാസവുമാണ്, കാഴ്ചപ്പാടുമാണ്, നോട്ടപ്പാടുകളാണ് കേരളത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഒരു ഘടനയ്ക്കും കേരളത്തെ സ്പർശിക്കാൻ കഴിയാത്ത വിധം ഡെഡാണ്. തൊഴിലാളി പ്രസ്ഥാനമടക്കം, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമടക്കം നമ്മൾ ഈ കാറ്റഗറിയിലാണ് പരിശോധിക്കേണ്ടത്. കേരളത്തിലെ ആദിവാസികൾക്കും കേരളത്തിലെ ദളിതർക്കും മത്സ്യത്തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും കേരളത്തിൻ്റെ ആത്മവത്തയെ ചലിപ്പിക്കാൻ കഴിയുമ്പോൾ ട്രേഡ് യൂണിയനുകൾ വീണ്ടും വീണ്ടും നിശബ്ദമാകുന്ന, പുറകോട്ട് പോകുന്ന, അവരുടെ സ്വകാര്യത മാത്രമായി അവരുടെ സമരങ്ങൾ മാറുന്ന വിചിത്രമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ്, ഈ അന്തരീക്ഷത്തിലാണ് കുഞ്ഞാമൻ എന്നത് വീണ്ടെടുക്കപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന് ഇതുപോലെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ദക്ഷിണാശാരിയായ ഒരു അക്കാഡമീഷ്യനായി, അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ഞാൻ പോവുകയുണ്ട്. ഞാനാണ് ചെല്ലുന്നത് എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പൊതു ബുദ്ധിജീവി പറഞ്ഞൊരഭിപ്രായം കോഴിക്കോട് പറഞ്ഞാണ്, എല്ലാവരും കൂടി പ്രദീപനെ ദളിതനാക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ്. സണ്ണി എം കവിക്കാടായ ഞാൻ ജാതി കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പ് കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ആക്ഷേപമുള്ള ഒരാൾ. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞ് ഇയാളെ ദളിതനാക്കും, അയാൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനാണ്, ഒരു പൊതു മനുഷ്യനാണ്, ഞാൻ പറഞ്ഞ അയാളെ മോശമാക്കും എന്നാണ് ഈ പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരാൾക്ക് തോന്നുന്നതിനൊരു കാരണം, ഞാൻ ആ പറഞ്ഞ ആളെക്കുറിച്ച് എനിക്കറിയില്ല, എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. ഈ നാട്ടിലുള്ള മേപ്പയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തായി, അവിടെ പ്രദീപൻ്റെ നാട് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞതാണ് ഈ സംഭവം. അപ്പോൾ ആളാരാണെന്ന് എനിക്കറിയേണ്ട ആവശ്യവുമില്ല. പക്ഷേ അതങ്ങനെ ഒരു അഭിപ്രായമുണ്ടായി വരുന്നതിനൊരു കാരണമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് പ്രദീപൻ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടണം എന്നതിനെ സംബന്ധിച്ചൊരു ടെൻഷനാണ് ആ വാക്കിലുള്ളത്, ഒരു തർക്കമാണ് ആ വാക്കിലുള്ളത്. അദ്ദേഹം ദളിതനാണ്, ദളിതർക്ക് വേണ്ടി എഴുതിയ ആളാണെന്ന് പുള്ളി വിചാരിക്കുന്ന പോലെ ഞാനും വിചാരിക്കുന്നില്ലെന്നേ. പ്രദീപനെക്കുറിച്ച് പറയുമ്പോൾ പ്രദീപൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്, പട്ടിണി കിടന്ന് പഠിച്ച്, ജാതി വിവേചനം അനുഭവിച്ച് പഠിച്ച് ജയിച്ചു വന്ന ആളാണ്. 60-ലും 70-ലും ജീവിച്ച കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ദാരിദ്ര്യം അനുഭവിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രദീപന് മാത്രം അതൊരു അലങ്കാരമാണ്. MT വാസുദേവൻ നായർ വളരെ മോശപ്പെട്ട കാലാവസ്ഥയിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബഹുമാന്യനായ മാധവൻ മാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ദാരിദ്ര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരില്ല.
പ്രദീപിൻ്റെ കാര്യം പറയാം. പ്രദീപൻ ദാരിദ്ര്യത്തിൽ നിന്ന് മുളച്ചു പൊന്തിയ ഒരാളായിട്ടാണ്. അങ്ങനെ പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞാലുള്ളൊരു ഗുണം, പ്രദീപൻ സാംസ്കാരിക കേരളത്തോട് ഉന്നയിച്ച കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയണ്ട. കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരാളല്ല, അയാളെ ആദരിച്ചാൽ മതി. അയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണ്ട. അദ്ദേഹം ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ചോദിച്ചിരുന്നു. ഞാൻ പ്രദീപനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയല്ല. പ്രദീപനൊരു നിർണായകമായൊരു ചോദ്യം ചോദിച്ചു. കേരളത്തിലെ സൗന്ദര്യശാസ്ത്ര ചർച്ചകളിൽ ഈ വർഗ വിഭജനം നടന്നിട്ടുള്ളൊരു സമൂഹത്തിനകത്ത് സൗന്ദര്യശാസ്ത്ര ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് ഈ വർഗ വിഭജനത്തിൻ്റെ യുക്തിക്കകത്താണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രദീപൻ പറയുന്നത്, എഴുതുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രം രൂപപ്പെട്ടത് വർഗങ്ങൾ രൂപം കൊള്ളുന്നതിന് മുൻപാണെന്നാണ് പറഞ്ഞൊരു കാര്യം. വർഗങ്ങൾ രൂപം കൊള്ളുന്നതിന് മുൻപാണ് ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രം രൂപപ്പെട്ടത്. അന്ന് വർണ്ണമായിരുന്നു പ്രധാനപ്പെട്ട കാറ്റഗറി എന്നാണ് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വർഗ വിശകലനത്തെ മുഖ്യമായി എടുക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ പ്രദീപൻ വളരെ കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് നമുക്കതിന് ഉത്തരം പറയണ്ട. അദ്ദേഹത്തെ ആദരിച്ച് മൂലക്കിരുത്താം എന്നതാണ് അതിൻ്റെ ഒരു ഗുണം. ഇതേ സംഗതി തന്നെയാണ് ഡോക്ടർ കുഞ്ഞാമൻ അനുസ്മരണം നടത്തുമ്പോഴും നമ്മൾ നേരിടുന്ന ഒരു സംഗതി. കേരളത്തിൽ വികസിച്ചു വന്നിട്ടുള്ള 1980 മുതലെങ്കിലും വികസിച്ചു വന്നിട്ടുള്ള ഒരു വലിയൊരു വൈജ്ഞാനികമായ ഒരു ലോകത്തെ കണ്ടില്ലെന്ന് നടിക്കുവാനും അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യാതിരിക്കുവാനും ഈ കേരളത്തിൻ്റെ പൊതു വൈജ്ഞാനിക മണ്ഡലം കാണിക്കുന്നൊരു ശ്രദ്ധ നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർത്തെടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞാമനെ പോലെ ഒരാൾ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പാലക്കാട് പോലുള്ളൊരു ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും മോശം സാമൂഹിക അനുഭവങ്ങളുള്ള ജില്ലകളിലൊന്നാണ് പാലക്കാട്. അങ്ങനെ പറയുന്നതിൽ എനിക്കൊരു ഉത്കണ്ഠയും തോന്നുന്നില്ല. അങ്ങനെയാണത് ഇപ്പോഴും. കാരണം നിശബ്ദരായി ജീവിക്കാൻ കീഴ്ത്തട്ടിന്, സമൂഹത്തിലെ വിഭവരഹിതരായ മനുഷ്യരെ, അധികാരരഹിതരായ മനുഷ്യരെ നിശബ്ദമായി ജീവിക്കാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം വളരെ സുശക്തമായി നിലനിൽക്കുന്ന, അത് ആധുനികതയുടെ പേരിലാകാം, വിപ്ലവത്തിൻ്റെ പേരിലാകാം, തീവ്രവാദത്തിൻ്റെ പേരിലാവാം, ദേശീയതയുടെ പേരിലാവാം. അതിൻ്റെ പേരെന്തെന്നുള്ളത് പ്രധാനമല്ല. ഇവർ നിശബ്ദരായിരിക്കണം എന്നതാണ് അതിൻ്റെ ആത്യന്തികമായൊരു ഫലം. അങ്ങനെ ഒരു നിശബ്ദ സമൂഹത്തിനകത്താണ് കുഞ്ഞാമൻ ജനിച്ചു വളരുന്നത്. കുഞ്ഞാമൻ്റെ ബാല്യകാലത്ത് ഇത് കുറച്ചുകൂടി രൂക്ഷമായിരുന്നിരിക്കും. ആ നിശബ്ദതയെ ഭേദിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സ്ട്രഗിളുകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം പറയുന്നു. നിരവധി സ്ട്രഗിളുകൾ നടത്തിയിട്ടുണ്ട്. അധ്യാപകൻ അദ്ദേഹത്തെ പാണൻ എന്നേ വിളിച്ചിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയറിന് പറയാം, പക്ഷേ കുഞ്ഞാമൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പേരിലൊന്നുമില്ലെന്ന് വേണമെങ്കിൽ ഷേക്സ്പിയറിന് പറയാം, പക്ഷേ കുഞ്ഞാമന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി എന്ന ആ വാക്കിൽ വലിയൊരു റെസിസ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ സംഘം ചേർന്ന് ആക്രമിക്കലാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത്. ഒരു വാക്കുകൊണ്ടും ഒരു നോക്കുകൊണ്ടും ഒരു പൊസിഷൻ കൊണ്ടുമൊക്കെ വലിയ പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ. കുഞ്ഞാമൻ വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയാണെന്ന് ഒരിക്കൽ പോലും കുഞ്ഞാമൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. എക്കണോമിക്സിൽ 1ാം റാങ്കിൽ ജയിച്ച ആളായിട്ടും ഞാൻ നല്ല വിദ്യാർത്ഥി അല്ലെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ കഴുതയെപ്പോലെ പണിയെടുക്കുമായിരുന്നെന്നാണ് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുന്നൊരു കാര്യം. കുഞ്ഞാമൻ അനുഭവിച്ച ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നു. അത് അദ്ദേഹത്തിന് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല.
അതുകൊണ്ട് കുഞ്ഞാമനെന്തോ കുറ്റകൃത്യം ചെയ്തു എന്ന് കേരളത്തിൽ ആൾക്കാർ പറയാറുണ്ട്. ഈ ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് ദളിതരുടെ ജീവിതം മുഴുവൻ ദാരിദ്ര്യമാണെന്ന് സമീകരിച്ചു, എന്നിട്ട് കുഞ്ഞാമനൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്ന വിധം ദുർവ്യാഖ്യാനങ്ങൾ കുഞ്ഞാമൻ്റെ മേലുണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പാലക്കാട് പോലൊരു ജില്ലയിൽ നിന്നും അതിൻ്റെ ഒരു കുഗ്രാമത്തിൽ നിന്നും പഠിച്ച് ജയിച്ച്, അപ്പോൾ കുഞ്ഞാമൻ പറയുന്നൊരു കാര്യമുണ്ട്, കോളേജിൽ പോകാൻ നേരത്തെ അച്ഛനോട് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അച്ഛനോട് പറയാൻ, അച്ഛൻ കണ്ടത്തിൽ കാള പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പറയും, മോനെ അവിടെ ഇറയത്ത്, വീടിൻ്റെ ഇറയത്ത് ഒരു പൊതി വെച്ചിട്ടുണ്ട്, നീ എടുത്തോളാൻ പറയുന്നു. അതിനകത്ത് എന്തോ ചില്ലറ പൈസയാണ്, ഒരച്ഛൻ്റെ സമ്പാദ്യമാണ് മകൻ പഠിക്കാൻ പോകും. ഇത് കുഞ്ഞാമൻ്റെ മാത്രമല്ല, ഒത്തിരി പേർക്ക് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെ ആദർശവൽക്കരിക്കാൻ പറയുന്നതല്ല, അത്തരം കഠിന യാഥാർത്ഥ്യങ്ങളെ താണ്ടിയാണ് ഞാൻ വന്നത് എന്നത് നമ്മളോട് പറയുക മാത്രമാണ്. കുഞ്ഞാമൻ അതൊരു കുറ്റകൃത്യമാണെന്നൊന്നും വിചാരിക്കുന്നതിനകത്തൊരു കഥയുമില്ല. കുഞ്ഞാമൻ പഠിച്ചു, അദ്ദേഹം വളരെ ഉയർന്ന തരത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വരികയും അന്ന് ഏറ്റവും പ്രബലമായിരുന്ന മാർക്സിസ്റ്റ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തെ പഠിക്കുവാനും പരിശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കൂടെ അദ്ദേഹം വളർന്നു വരുംതോറും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യവും എല്ലാം കൂടി കൂടിക്കുഴഞ്ഞൊരു 80കളിലെത്തുമ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യത്തെ മറ്റൊരു രൂപത്തിൽ അദ്ദേഹം മനസ്സിലാക്കും. മാർക്സിസത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ കാസ്റ്റ് അനുഭവങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഒരു ചിന്തകൻ എന്ന നിലയിലുള്ള ഒരു അസ്തിത്വത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ആ ഒരു ജംഗ്ഷനിലാണ്. ഈ ചിന്ത എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മളെല്ലാവരും ചിന്തകരാണ്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിന്തകരാണ് എല്ലാവരും. ചിന്തയെന്ന് പറയുന്നത് ഓർമ്മിച്ചെടുക്കലല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഓർമ്മിക്കുക ചെയ്യും. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താണെന്നറിയോ, നേരത്തെ വായിച്ച ഒരു കാര്യമൊക്കെ ഓർത്തെടുക്കലല്ല ചിന്ത. ചിന്ത തികച്ചും ഭിന്നമായ വേറൊരു കാര്യമാണ്. പ്രൊഡക്ഷൻ ഓഫ് നോളജും അല്ല ചിന്ത, ഉൽപ്പാദനമല്ല ചിന്ത. ഉൽപ്പാദനത്തിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യവസ്ഥകളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ഉൽപ്പാദനം സാധ്യമാണ്. അതിൻ്റെ കമ്പാരിഷനിലൂടെ ഒക്കെ വേണം ഉൽപ്പാദനം സാധ്യം. ഇനി മാർക്സ് ചിന്തിച്ച് കണ്ടുപിടിച്ച ചിന്താസാമഗ്രികളും മെത്തഡോളജിയും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ചിന്തിക്കേണ്ട അതിന്, കാരണം പുള്ളി ഓൾറെഡി ചിന്തിച്ച് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ആ ഉപകരണം ഉപയോഗിച്ച് ഞാൻ പഠിക്കുക ചെയ്യുന്നു. ചിന്ത എന്ന് പറയുന്നത് തികച്ചും ഭിന്നമായ വേറൊരു കാര്യമാണ്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ചിന്തകരുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ഉണ്ടെന്നൊക്കെ വേണം പറയാം. ബാക്കി നമ്മളീ പറഞ്ഞവരാരും ചിന്തകരൊന്നും അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ പണ്ഡിതരായിരിക്കും, പക്ഷെ ചിന്തകരെ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ ലോകം സമൂഹത്തെ ഇളക്കി മറിക്കാത്തത്. അക്കാഡമീഷ്യന്മാർ വളരെ കുറച്ച് പേരാണ് ചിന്തകർ എന്നുള്ള പദവിയിലേക്ക് വരാറുള്ളൂ. പക്ഷെ എല്ലാവരും പണ്ഡിതരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരും കാര്യങ്ങൾ പറയാൻ കഴിയുന്നവരും ഒക്കെ തന്നെ. ചിന്ത എന്ന് പറയുന്നത് വേറൊരു പ്രക്രിയയായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കുഞ്ഞാമൻ പണ്ഡിതനായിരുന്നു ആദ്യഘട്ടത്തിൽ. അദ്ദേഹം ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ അസ്തിത്വവും തമ്മിൽ ഉണ്ടാവുന്ന വലിയൊരു വിടവിലാണ് ചിന്ത എന്ന് പറയുന്നൊരു പ്രക്രിയ യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചതും നമ്മളും തമ്മിൽ ഉണ്ടാകുന്ന വലിയ വിടവിലാണ്, അതിൻ്റെ സംഘർഷത്തിനകത്താണ് ചിന്ത എന്ന് പറയുന്നൊരു പ്രക്രിയ നമ്മൾ ആരംഭിക്കുന്നു. അതുവരെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഓർമ്മിച്ചെടുക്കൽ ചിന്തയാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. അപ്പോൾ കുഞ്ഞാമൻ അങ്ങനെ ലോകത്തെ മനസ്സിലാക്കിയപ്പോൾ മാർക്സിസം തലയിൽ നിന്ന് അറിയാതെ കൊഴിഞ്ഞു പോവുകയും കാസ്റ്റ് അനുഭവങ്ങളെ മറ്റൊന്നായി അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹം ഒരു പബ്ലിക് ഫിഗറായി രൂപാന്തരപ്പെടുന്നത് കേരളത്തിൽ. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. കേവലം ഒരു അധ്യാപകൻ മാത്രമായിരുന്ന കുഞ്ഞാമൻ 80കളിൽ
ഒരു ശ്രദ്ധേയ വ്യക്തിത്വമായി വളരുന്നത്, സമൂഹത്തിനകത്ത് വളരുന്നത് ഈ പുതിയൊരു പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ഒരു കേരളവും മനുഷ്യരുമൊക്കെ മനുഷ്യരെയൊക്കെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജ്ഞാനമേഖലയായിട്ടുള്ള മാക്രോ എക്കണോമിക്സിനകത്ത് തന്നെയാണ് അദ്ദേഹം ആ ജോലി ചെയ്തിരുന്നത്. കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി എന്ന നിലക്ക് കേരളത്തിൻ്റെ വികസനം ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ ശ്രദ്ധേയമായ വിശദീകരണങ്ങൾ, വളരെ ഒരു വിമർശമെന്ന് പറയാവുന്ന വിധം, കേവല വിമർശനങ്ങളല്ല, വിമർശമെന്ന് പറയാവുന്ന വിധമുള്ള അടിസ്ഥാന കാറ്റഗറികളെ ചോദ്യം ചെയ്യുന്ന വിധമുള്ള ഒരു പുതിയൊരു വീക്ഷണം അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. അത് അക്കാദമിക്കകത്തും പുറത്തും. അതുകൊണ്ട് തന്നെ അക്കാദമിക്കകത്ത് വളരെ വലിയ സംഘർഷങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതായി അദ്ദേഹത്തിൻ്റെ ആത്മകഥയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംഭാഷണങ്ങളും പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങൾക്കകത്ത് എപ്പോഴും ഒഴിവാക്കാൻ പറ്റുന്ന ഒരാൾ കുഞ്ഞാമനായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ മിടുക്ക്. നമ്മളങ്ങനെയാണ് കാണേണ്ടത്. കേരളത്തിൻ്റെ മിടുക്ക് അതാ. സംഘർഷമുണ്ടായാൽ ഒഴിവാക്കാൻ കഴിയുന്ന കുഞ്ഞാമനെയാണ്. അങ്ങനെ കുഞ്ഞാമൻ നിരന്തരം പുറന്തള്ളപ്പെടുകയാണ്. കേരളത്തിൽ ഒരു വൈസ് ചാൻസലർ ആയിരിക്കാനോ ഉന്നത പദവിയിലിരിക്കാനോ എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കെ ഒരിക്കൽ പോലും ആ പേര് പരിഗണിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തിയെ നമ്മൾ ഇതുപോലെ ഹരാസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഈ പറഞ്ഞൊരു നിശബ്ദമാക്കപ്പെട്ടൊരു സമൂഹത്തിനകത്ത് നിന്ന് സ്വന്തമായൊരു ശബ്ദമുണ്ടാക്കിയെടുക്കുകയും ഒരു തിയറൈസേഷൻ്റെ സാമർഥ്യം, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി തെളിയിക്കുകയും ചെയ്തൊരു മനുഷ്യനെ വെറുതെ പുറത്ത് നിർത്തുന്നതിൽ ഒരു ഉത്കണ്ഠയുമില്ലാത്ത, എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യാത്തതും തെറ്റായ പല കാര്യങ്ങളും ചെയ്ത പലരുടെ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്. കേരളത്തിൽ ഇൻറ്റേർണൽ മൈഗ്രേഷൻ നടന്നപ്പോൾ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ നിന്ന് ആൾക്കാർ മലബാറിലേക്ക് കുടിയേറിയപ്പോൾ അത് ദാരിദ്ര്യം കൊണ്ടാണെന്ന് സിദ്ധാന്തമുണ്ടാക്കിയ ആൾക്കാർ പിന്നീട് ഇവിടെ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ദാരിദ്ര്യമാണെങ്കിൽ ഞങ്ങളെല്ലാവരും പോകണമല്ലോ, ഇത് കുറച്ച് പേരെ പോയുള്ളൂ, അത് ക്രിസ്ത്യാനികൾ മാത്രമേ പോയുള്ളൂ, അതിൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് കാണുന്നില്ല, ആ ഭാഗമില്ല. എന്താ ഇവർ മാത്രം പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധം, ദാരിദ്ര്യം, കൊടും പട്ടിണി, ആൾക്കാർ ഇവിടുത്തെ മൂവാറ്റുപുഴ ഒരു ഏക്കർ വിട്ടാൽ 900 രൂപ, വയനാട്ടിൽ ഒരു ഏക്കറിന് 35 രൂപ, കണക്കെടുക്കുമ്പം ഒത്തിരി ഭൂമി മേടിക്കാം, അത് വിചാരിച്ച് ഇവിടുത്തെ ഭൂമി വിറ്റ് അവിടെ പോയത്. ഇത് കള്ളക്കഥയായി പറഞ്ഞു, നുണ, അക്ഷരാർത്ഥത്തിൽ നുണ. ഈ നുണയ്ക്ക് പുറത്ത് ജീവിച്ച ഒരാളാണ് കുഞ്ഞാമൻ. അതുകൊണ്ട് കുഞ്ഞാമനെ അവർക്ക് പിടിക്കാൻ പറ്റില്ല. കുഞ്ഞാമനെ പിടിച്ച ഈ നുണ പൊളിയും. ഇതാണ് ആ സംഘർഷത്തിൻ്റെ കേന്ദ്രമെന്ന് പറയും. അങ്ങനെ കുഞ്ഞാമൻ എല്ലാ കാലത്തും പുറത്ത് നിർത്തപ്പെടുന്നു. ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ അദ്ദേഹം നേരിടുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വ്യക്തിപരമായ ഒരുതരം മൂല്യം സൂക്ഷിച്ച ഒരാളാണ് കുഞ്ഞാമൻ. വിദ്യാർത്ഥികളോട് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളെന്നെ ബഹുമാനിക്കണ്ട, എന്നോട് ബഹുമാനോട് ആവശ്യപ്പെടരുതെന്നാണ്. നിങ്ങളെന്നെ ബഹുമാനിക്കണ്ട, എന്നോട് ബഹുമാനം നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യരുന്നതാണ്. നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം വിധേയത്വമാണെങ്കിൽ ഞാനൊരു നന്ദികെട്ടവനാണ് എന്ന് അദ്ദേഹം തുറന്നെഴുതുന്നുണ്ട്. നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം വിധേയത്വമാണെങ്കിൽ എന്നെ നന്ദികെട്ടവനായി നിങ്ങൾ കണക്കാക്കിയാൽ മതി എന്ന് അദ്ദേഹം. ഒന്നിനും ഞാൻ വിധേയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ കലാപങ്ങൾ, അദ്ദേഹത്തിൻ്റെ എതിർപ്പുകൾ, എതിര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ഫലപ്രാപ്തിയിലെത്തിയോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രസക്തമായൊരു കാര്യമല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ അച്ചടക്കമുള്ള ഒരാളല്ല, ഒരു സംഘടനയിലും പെട്ട ആളല്ല. കാരണം സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ ചിന്താശേഷി തന്നെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ അത്ര അച്ചടക്കം വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട് പറയും. ഒരു ദിവസം കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് CDSൽ നിന്നും കുഞ്ഞാമൻ സാറ് പിരിഞ്ഞതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഒരു മനുഷ്യർ ഒരു കൂടൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോവുക, പൊക്കം കുറച്ചൊരാൾ. കുഞ്ഞാമൻ സാറിനെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കോട്ടയത്ത്. പെട്ടെന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ഓടിച്ചെന്ന് സംസാരിക്കുമ്പോൾ രാജേഷ്
ഒക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്ന സമയം അവിടെ ഒരു ലോഡ്ജിലാണ് താമസം. അധ്യാപകനാണോ എന്നോ ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു നോട്ടബിൾ പേഴ്സൺ ആണെന്ന് തോന്നാത്ത വിധമുള്ളൊരു ഡ്രസ് കോഡും ഒരു പ്ലാസ്റ്റിക് കൂടൊക്കെ പിടിച്ചു വഴിയരിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കുഞ്ഞാമൻ എന്നെ തികച്ചും അലോസരപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു. ഞാനതിന് ശേഷം അദ്ദേഹമായിട്ട് സ്ഥിരമായി തന്നെ വൈകുന്നേരങ്ങളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ കേരളം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ പുഷ്കലമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വാലിറ്റി കേരളം സ്വീകരിച്ചില്ല. അദ്ദേഹം പണിയെടുത്ത അക്കാഡമി അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിക്കുക കൂടി ചെയ്തു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതെല്ലാം നേരിടേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൊക്കേഷൻ കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല. മറ്റൊരു കുഞ്ഞാമനെയും എനിക്കറിയാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാമൻ. ഒരു വർഷം അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു വർഷം അവിടുത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ലെക്ചറിന് വേണ്ടി എന്നെയാണ് ക്ഷണിച്ചത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കുഞ്ഞാമനും ഒരു 10-12 കുട്ടികളിങ്ങനെ ഈ പൊന്നു കൊണ്ട് നടക്കുന്ന പോലെ ഈ മനുഷ്യനെ കൊണ്ട് നടക്കും. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തളങ്ങൾ വഴി പൊന്നു കൊണ്ട് നടക്കുന്നത്. സാറിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക, സാറിൻ്റെ പുറകെ കുട്ടികളിങ്ങനെ നടക്കുക. പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു നിധിയാണിത് എന്ന ഒരു ഭാവം ആ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, അധ്യാപകൻ എന്നുള്ള അയാളുടെ ഒരു പ്രാവീണ്യത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നത് കുട്ടികളുടെ വലിയൊരു ശൃംഖല ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഈ IITയിലെ അധ്യാപകരുടെ ജാതി തിരിച്ചുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ച് ചെറിയൊരു ബുക്ക് ഇറങ്ങിയിരുന്നു. അത് അന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ആരാധനാ കഥാപാത്രമായി പോകുന്ന കുഞ്ഞാമനെ ഞാൻ അകലെ നിന്ന് നോക്കി കാണുന്നുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് റിലീസിങ്ങിന് ചെല്ലുമ്പോൾ അതിൽ ഫ്രണ്ടിൽ കുഞ്ഞാമൻ്റെ ഇരിപ്പുണ്ട്. അവിടെ ഫ്രണ്ടിലിരുന്ന് ബാക്കിയുള്ളവരൊക്കെ പറയുന്നതെല്ലാം കേട്ട് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയും വാങ്ങിപ്പോകുന്ന കുഞ്ഞാമനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാധാരണ ഇത് എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം. ഞാനിങ്ങനെ ഈ പുറത്തൊക്കെ അക്കാഡമി, യൂണിവേഴ്സിറ്റികളിലെ ചില സെൻറ്ററുകളിലൊക്കെ ഇടയ്ക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്നാൽ മലയാളി അധ്യാപകരൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അവരാരും അങ്ങനെ നമ്മളെ കേൾക്കാനൊന്നും വരില്ല. ബിക്കോസ് ഞാൻ അക്കാഡമീഷ്യൻ അല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടാവാം. അവരത് വന്നാലും അത് അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കാറില്ല. സമയം എനിക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവർ ഗൗരവമായിട്ട് എടുക്കണമെന്ന് എനിക്കൊട്ട് താല്പര്യമില്ല. എൻ്റെ ഒരു ഖേദമൊന്നുമല്ല, ബുദ്ധിമുട്ടുമല്ല, സങ്കടമൊന്നുമില്ല എനിക്കതിനകത്ത്. ആവശ്യമുള്ളൊരു കേട്ടാൽ മതി എന്ന് ഉള്ള നിലപാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനന്ന് വൈകുന്നേരമാണ് അയ്യങ്കാളി പ്രഭാഷണം. അന്ന് തുടക്കം മുതൽ അവസാനം വരെ കുഞ്ഞാമൻ സാറ് എൻ്റെ പ്രഭാഷണം കേട്ടിരിക്കുകയും അതിനുശേഷം അത്താഴ വിരുന്നിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് കുഞ്ഞാമൻ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അത് എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യു ഡൺ ഇറ്റ് വെൽ, കുഞ്ഞാമന് പേടിയാണ്. ഈ 2 വാക്കുകളാണ് പറഞ്ഞത്. നിങ്ങൾ നന്നായി കാര്യങ്ങൾ പറഞ്ഞു, കുഞ്ഞാമന് പേടിയാണ്. ആ ഭയം സാമൂഹികമായ ഒരു ഭയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർഭയനായി ഇറങ്ങി നടക്കാം, ഇറങ്ങി നിൽക്കാം എന്നൊക്കെ പറയും. ഒരു താങ്ങും തണലുമില്ലാതെ ചിതറിപ്പോയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി പിന്നീട് നമ്മൾ കുഞ്ഞാമനെ കാണുന്നു. സുഹൃത്തന്വേഷിച്ച് ചെല്ലുമ്പോൾ ജഡമാണ് കണ്ടുകിട്ടുന്നത്. ഫെല്ലിനിയാണെന്ന് തോന്നുന്നു, യൂറോപ്യൻ സിനിമാ സംവിധായകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരാളുടെ ജീവിതം അടയാളപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെയാണ് പറയുന്നത്. അനാഥമായ ആ മരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വാലിറ്റിയുടെ, വ്യക്തിത്വത്തിൻ്റെ, അദ്ദേഹം ദീർഘകാലമായി ചെയ്ത അധ്വാനത്തിൻ്റെ ഒരു നിരാസം, അംഗീകാരമില്ലായ്മ,
അതിലടങ്ങിയിട്ടുണ്ട് നമ്മൾ കാണണം. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടെടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ ശരിയായ അർത്ഥത്തിൽ മനുഷ്യൻ്റെയും മനുഷ്യപ്രപഞ്ചത്തിനും ഷെയറബിളാകുന്ന തരത്തിൽ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടത് അക്കാദമിക മണ്ഡലം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആ മേഖലയിലാണ് പ്രധാനമായി ഇടപെട്ടത്. അതുകൊണ്ടുകൂടിയാണ് ഈ യോഗത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മളുടെ ഗ്ലോറിഫിക്കേഷനിൽ അഭിരമിക്കാതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മണ്ണിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന, മനുഷ്യാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുള്ള അക്കാഡമീഷ്യന്മാരൊരു നിരയെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കാദമികമായ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ വിശദീകരിക്കേണ്ടത് പണ്ഡിതർ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് സർവാത്മന യോഗ്യനായിട്ടുള്ള ഒരാളാണ്. പണ്ഡിതരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ചിന്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാജേഷ് കോമസ്ത്, കെ എസ് മാധവൻ തുടങ്ങി നിരവധി, കെ ആർ സജിത, നിരവധി പേർ ഇപ്പോൾ തന്നെ, അജയ് ശേഖർ, നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ജ്യേഷ്ഠ സഹോദരനായി കാണുകയും ഏറ്റവും അവസാനം എന്നെ ഫോൺ ചെയ്യുമ്പോൾ സന്തോഷമാണ് ഒരു ഫോൺ വരുന്നത്. അപ്പോൾ അത് ഞാനവിടെ ഉണ്ടപ്പോൾ ഫോണിൽ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സണ്ണിയൊക്കെ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു അപ്പോൾ ഇത്രയും ഗുരുതരമായൊരു ക്രൈസിസ് അദ്ദേഹം നേരിടുന്നു എന്നുള്ളൊരു ധാരണയില്ലാതിരുന്നത് കൊണ്ട് ഞാനൊരു മറുപടി പറയുകയും ഇനി തിരുവനന്തപുരം വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കലും തമ്മിൽ കാണേണ്ടി വന്നിട്ടില്ല എന്ന വ്യക്തിപരമായൊരു സങ്കടം കൂടി എനിക്കുണ്ട്. തീർച്ചയായും അതൊക്കെ വ്യക്തിപരമായി തന്നെ ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ്, ഇൻ്റലക്ച്വലായൊരു വീണ്ടെടുപ്പ് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് കൂടി ആവശ്യമാണെന്ന് ദൃഢമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു തുടക്കമായി ഈ അനുസ്മരണം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.